നമ്മളിന്ന് അക്കൗണ്ടൻസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓൺ എക്സാമിലേക്ക് വളരെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പാർട്ട് എയിലേതാണ് നമ്മൾ നോക്കുന്നത്, അതായത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നോ അങ്ങനെയും ചോദിക്കാം. 2 മാർക്സിനും പ്രതീക്ഷിക്കാം. സോ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്നാൽ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് ഒന്നോ ഒന്നിലധികം ആളുകളോ ചേർന്നിട്ടോ, ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചോ നടത്തുന്ന ഒരു ബിസിനസ്, അങ്ങനെ ബിസിനസ് നടത്തി അതിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഒന്നിക്കുന്നത്, അതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ഇതേപോലെയുള്ള വീഡിയോസ് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് വീഡിയോ വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അക്കൗണ്ടൻസിയുടെ തിയറി ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് എനി 4 ഓഫ് ഇറ്റ്സ് കണ്ടന്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, അത് 2 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് വിച്ച് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. ഒന്നുകിൽ വാക്കാൽ പറഞ്ഞ് ആ ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എഴുതപ്പെട്ട എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലോ ആണ് പാർട്ട്ണർഷിപ്പ് നിലവിൽ വരുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ദി എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് ടു അവോയ്ഡ് എനി ഡിസ്പ്യൂട്ട്. പിന്നീടുള്ള വഴക്കുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻ്റ് എഴുതപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. സോ ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് അമംഗ് ദ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കുള്ള എഗ്രിമെൻ്റ് എഴുതപ്പെട്ട ആ ഡോക്യുമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ കണ്ടൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 സിമ്പിളായിട്ടുള്ള 4 ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേമിൻ്റെ പേരും അഡ്രസ്സും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ, ദെൻ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഫീച്ചറാണ് 2 ഓർ മോർ പേഴ്സൺ, 2 2-ലധികമോ വ്യക്തികൾക്ക് ഒന്നിച്ച് പാർട്ട്ണർഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാം. സോ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 2, മാക്സിമം ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10, മറ്റെന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ 20 ആണ് പാർട്ട്ണർഷിപ്പിൻ്റെ മാക്സിമം നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു 6ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് റിട്ടൺ ആകാം, എഴുതപ്പെട്ടതും ആകാം, ഓറലും ആകാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ മൂന്നാമത്തെ ഫീച്ചറാണ് ബിസിനസ്. എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഇവർ പാർട്ട്ണർഷിപ്പിൽ വന്നിട്ടുള്ളത്. അതല്ലാതെ സം പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പായിട്ട് കണക്കാക്കില്ല. നമ്മുടെ ഓൺലൈൻ ട്യൂഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് 6238917889 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് hi+2 അല്ലെങ്കിൽ hi+1 എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഓൺ എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കൊള്ളാം. ദെൻ നാലാമത്തെ ഫീച്ചറാണ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവരവരുടെ ഒന്നെങ്കിൽ അവരുടെ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ എഗ്രീഡ് റേഷ്യോയിലോ അവർ അവിടെ വീതിച്ചെടുക്കും. അഞ്ചാമത്തെ ഫീച്ചറാണ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നെങ്കിൽ ഒരാളായിരിക്കും ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ചായിരിക്കും ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇനി ലാസ്റ്റ് ഫീച്ചറാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് കടം വീട്ടിൽ തീർന്നില്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള പേഴ്സണൽ ആസറ്റ്സ്, ഓക്കെ, പേഴ്സണൽ ആസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇവരുടെ വീട്, കാർ, ഇതൊക്കെ വിറ്റ് പൈസ എടുത്ത് ഈ കടം വീട്ടേണ്ടി വരും. അതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇത്രയാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ എന്തൊക്കെയാണ്?
പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡിഡക്റ്റ് ചെയ്യണ്ട. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തിരിക്കണം. അത് 6% ആണ്. സാലറി കമ്മീഷനൊക്കെയോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ആണുള്ളത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് ഉള്ളൂ, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, ചേഞ്ച് ആകില്ല. ഫ്ലക്ച്വേറ്റിംഗിൽ ചേഞ്ച് ആകും. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതുന്നത്. ദെൻ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കാണിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണമെന്നൊന്നുമില്ല. സോ നോർമലി ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകാം. ഓക്കെ, then what are the modes of reconstitution of a partnership firm? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴൊക്കെ നടക്കുന്നു, അത് പുതുക്കി പണിയുന്ന രീതിയിൽ എല്ലാം ആദ്യം മുതൽക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയതായിട്ടൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുമ്പോൾ. പാർട്ട്ണർ റിട്ടയർഡ് ആകുമ്പോൾ, പാർട്ട്ണർക്ക് ഡെത്ത് സംഭവിക്കുമ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, then what are the 2 rights acquired by a new partner? അതായത് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന 2 റൈറ്റ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ഷെയർ ദി ആസറ്റ്സ് ഓഫ് ദ ഫേം, ഫേമിൻ്റെ ആസറ്റ്സിൽ ഒരു ഷെയർ. റൈറ്റ് ടു ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, ഫേമിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ. ഇത് രണ്ടുമാണ് അയാൾക്ക് കിട്ടുന്ന ഷെയർ. ഇത് 2 മാർക്സിന് AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ഗുഡ് വിൽ ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇറ്റ്. എന്താണ് ഗുഡ് വിൽ, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Over a period of time, a well-established business develops an advantage of good name, reputation, and wide business connections, which help the business to earn more profit. അതായത് കുറേ കാലം കഴിയുമ്പോൾ നല്ല രീതിക്ക് പോകുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സൽപ്പേര് ഉണ്ടാകും, റെപ്യൂട്ടേഷൻ ഉണ്ടാകും, നല്ല വൈഡായിട്ടുള്ള ബിസിനസ് കണക്ഷൻസ് ഉണ്ടാകും. അതിലൂടെ ആ ബിസിനസ്സിന് ഒരുപാട് ലാഭം ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ അക്കൗണ്ടൻസിയിൽ അതിനൊരു മോണിറ്ററി വാല്യൂ കൊടുത്താൽ, അതിനൊരു മൂല്യം നമ്മൾ കൊടുത്താൽ അതിന് പറയുന്ന പേരാണ് ഗുഡ് വിൽ. ഗുഡ് വിൽ അങ്ങനെ ഒരു ഫേമിൻ്റെ ഇൻടാഞ്ചിബിൾ ആസെറ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് അതിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ആദ്യത്തെ ഫാക്ടറാണ് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് സെൻട്രലി ലൊക്കേറ്റഡ് ആണ്, ഒരുപാട് കസ്റ്റമർ ട്രാഫിക് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും, അതിനൊപ്പം ഗുഡ് വില്ലും കൂടും. രണ്ടാമത്തേത് നേച്ചർ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിന് അത്യാവശ്യം ഡിമാൻഡുള്ള ഹൈ വാല്യൂ ആഡഡ്, ഓക്കെ, ഹൈ വാല്യൂ പ്രോഡക്ട്സ് ഒക്കെയാണ് ബിസിനസ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് ലാഭം കൂടും, ലാഭം കൂടുമ്പോൾ ഗുഡ് വില് കൂടും. ദെൻ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് കുറയും? കോസ്റ്റ് കുറയും, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടുമ്പോൾ ഗുഡ് വില്ലും കൂടും. ദെൻ ടൈം ഫാക്ടർ, അതായത് ഒരു ബിസിനസ് ഒരുപാട് കാലം ലോങ്ങർ പീരീഡിലേക്ക് ഒരു ബിസിനസ് പോയിട്ടുണ്ടെങ്കിൽ, പുതുതായി തുടങ്ങിയ ഒരു ബിസിനസ്സിനെക്കാട്ടിലും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ്സിന് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാകും. സോ അതിലൂടെ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, അങ്ങനെ ഗുഡ് വില്ലും കൂടും. ദെൻ മാർക്കറ്റ് സിറ്റുവേഷൻ. നമ്മുടെ ബിസിനസ്സിന് വലിയ കോമ്പറ്റീഷനൊന്നുമില്ല, മൊണോപ്പൊളിയാണ്, അതായത് നമ്മൾ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്നുള്ളൂ, വേറെ ആരുടെയും അതില്ല. അത്ര യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് കൂടും, അതിലൂടെ ഗുഡ് വില്ലും കൂടും. ദെൻ ലാസ്റ്റ് വണ്ണാണ് സ്പെഷ്യൽ അഡ്വാൻറ്റേജ്, അതായത് ഇമ്പോർട്ട് ലൈസൻസ്, പേറ്റൻറ്റ്, ഫോറിൻ കൊളാബറേഷൻ, ട്രേഡ് മാർക്ക്, ഇതേപോലെ മറ്റ് ഫേമിനൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വാൻറ്റേജസും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ പ്രോഫിറ്റ് കൂടും. സോ അതുവഴി നമ്മുടെ ഗുഡ് വില്ലും ഇൻക്രീസ് ആകും. സോ ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ടോപ്പ് തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ തിയറി ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക്, 2 മാർക്ക്, 3, 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ടോപ്പ് തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ടോപ്പ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ടോപ്പ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ദെൻ അതുപോലെ തന്നെ ടോപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ടോപ്പ് A+ ക്വസ്റ്റ്യൻസ് വേണം.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, 2 മാർക്സ് 3 മാർക്സ് മാർക്കിലുള്ള മാർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം അല്ലേ. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പിന്നെ CASൻ്റെ ക്വസ്റ്റ്യൻസും വേണം, AFSൻ്റെ ക്വസ്റ്റ്യൻസും വേണം. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ വേണമെങ്കിൽ ഈ ലിസ്റ്റിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.